വാവയുടെ ചിരി കേൾക്കാൻ, ആ കുരുന്നു കൈകൾ ഒന്ന് തൊടാൻ നിങ്ങൾ എത്രത്തോളം ആഗ്രഹിക്കുന്നുണ്ടെന്ന് എനിക്കറിയാം. മാസങ്ങൾ നീണ്ട കാത്തിരിപ്പും ഓരോ മാസാവസാനവും അനുഭവിക്കുന്ന ആ നിശബ്ദമായ സങ്കടവും ഇതൊന്നും വാക്കുകൾ കൊണ്ട് വിവരിക്കാൻ പറ്റില്ല. ചികിത്സകൾ ഒരു വശത്ത് നടക്കുമ്പോഴും നമ്മുടെ ഉള്ളിൽ എപ്പോഴും ഒരു പേടിയുണ്ട്, ഇത്തവണയെങ്കിലും ശരിയാകുമോ. വർഷങ്ങളായുള്ള കാത്തിരിപ്പിന് ശേഷം ഒരു കുഞ്ഞെന്ന സ്വപ്നത്തിലേക്ക് നിങ്ങൾ അടുക്കുമ്പോൾ ഓരോ ചെറിയ കാര്യവും വലിയ പ്രതീക്ഷയാണ് നൽകുന്നത്. നിങ്ങളൊരു IVF ട്രീറ്റ്മെൻറ്റിലാണോ, അതോ ഗർഭധാരണത്തിന് സ്വാഭാവികമായി ശ്രമിക്കുകയാണോ എങ്കിൽ എംബ്രിയോ ഇംപ്ലാന്റേഷൻ അഥവാ ഭ്രൂണം ഗർഭപാത്രത്തിൽ പറ്റിപ്പിടിക്കുക എന്നത് ഈ യാത്രയിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഘട്ടമാണ്. ഞാൻ കഴിക്കുന്ന ഭക്ഷണങ്ങൾ ഇതിന് സഹായിക്കുമോ എന്ന് നിങ്ങൾ എപ്പോഴെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ? ഉണ്ടെങ്കിൽ ഇന്നത്തെ ഈ വീഡിയോ നിങ്ങൾക്കുള്ളതാണ്. നിങ്ങളുടെ കുഞ്ഞിനെ സ്വീകരിക്കാൻ നിങ്ങളുടെ ശരീരത്തെ എങ്ങനെ ഒരുക്കാം എന്ന് നമുക്ക് നോക്കാം. സുഹൃത്തുക്കളെ, ഒരു കുഞ്ഞിനായുള്ള കാത്തിരിപ്പിലെ ആകുലതകളും മാനസിക വിഷമങ്ങളും എനിക്ക് മനസ്സിലാക്കാൻ സാധിക്കും. പക്ഷേ ടെൻഷൻ അടിക്കുന്നതിന് പകരം ശാസ്ത്രീയമായ ചില ഭക്ഷണശീലങ്ങളിലൂടെ നമുക്ക് ഈ വിജയസാധ്യത വർദ്ധിപ്പിക്കാൻ സാധിക്കും. നിങ്ങൾ വിശ്വസിക്കുന്നുണ്ടോ? ഇംപ്ലാന്റേഷന് സഹായിക്കുന്ന ആ പ്രധാന ടിപ്സിലേക്കാണ് ഇനിയും നമ്മൾ കടക്കാൻ പോകുന്നത്. ഇംപ്ലാന്റേഷൻ അഥവാ ഭ്രൂണം ഗർഭപാത്രത്തിൽ ഉറച്ചു നിൽക്കുക എന്നത് ഒരു അത്ഭുതമാണ്. ഈ അത്ഭുതം നടക്കാൻ നിങ്ങളുടെ ശരീരത്തെ ഒരു സുരക്ഷിതമായ കൂടാക്കി മാറ്റാൻ ഭക്ഷണത്തിലൂടെ സാധിക്കും. വെറും ഒരു ഡയറ്റ് ടിപ്സ് എന്നതിലുപരി നിങ്ങളുടെ സ്വപ്നത്തിലേക്കുള്ള ദൂരം കുറയ്ക്കാൻ സഹായിക്കുന്ന ഒരു ഗൈഡാണ് ഇന്നത്തെ നമ്മുടെ ഈ വീഡിയോ. സ്കിപ്പ് ചെയ്യാതെ തന്നെ കാണാൻ ശ്രമിക്കുക, കാരണം ഇതിലെ ഓരോ വാക്കും നിങ്ങളുടെ ജീവിതം മാറ്റിയേക്കാം. നമ്മളൊരു വിത്ത് പാകുമ്പോൾ മണ്ണ് ഒരുക്കുന്നത് പോലെയാണ് ഗർഭപാത്രം ഒരുക്കുന്നത്. ഭ്രൂണം ഒരു അതിഥിയെ പോലെയാണ്. ആ അതിഥിയെ സ്വീകരിക്കാൻ ഗർഭപാത്രത്തിലെ ലൈനിങ് മൃദുവായതും രക്തയോട്ടമുള്ളതുമായിരിക്കണം. അതിൽ ഏറ്റവും കൂടുതൽ സഹായിക്കുന്ന ഒരു കാര്യമാണ് ബീട്രൂട്ട് എന്ന് പറയുന്നത്. ബീട്രൂട്ട് നിങ്ങൾക്ക് ജ്യൂസായിട്ടും കുടിക്കാവുന്നതാണ്. ബീട്രൂട്ടിൽ നൈട്രിക് ഓക്സൈഡ് ഉണ്ട്. ഇത് ഗർഭപാത്രത്തിലേക്കുള്ള രക്തയോട്ടം വർദ്ധിപ്പിക്കുന്നു. ആർത്തവം കഴിഞ്ഞ് 10-ാം ദിവസം മുതൽ കുടിക്കുന്നതാണ് ഗുണകരം. ഇനിയും അടുത്തതാണ് മാതള നാരങ്ങ. ഇത് ഗർഭപാത്രത്തിൻ്റെ ഭിത്തിക്ക് കട്ടി നൽകാൻ സഹായിക്കുന്നു. ഒരുപാട് പേര് ചോദിച്ച ഒരു കാര്യമാണ് എൻഡോമെട്രിയൽ തിക്നെസ് കൂട്ടാനായിട്ട് എന്താണ് ചെയ്യേണ്ടതെന്ന്. എൻഡോമെട്രിയൽ തിക്നെസ് കൂട്ടാനായിട്ട് നിങ്ങൾക്ക് മാതള നാരങ്ങ നിങ്ങളുടെ ഡയറ്റിൽ ഉൾപ്പെടുത്താവുന്നതാണ്. അടുത്തതായിട്ട് പാലിൽ മഞ്ഞൾ ചേർത്ത് നിങ്ങൾക്ക് കുടിക്കാവുന്നതാണ്. ഒരുപാട് ആൻറ്റി ഇൻഫ്ലമേറ്ററി പ്രോപ്പർട്ടീസ് ഉള്ള കാര്യമാണ് മഞ്ഞൾ. മഞ്ഞൾ ഡയറ്റിൽ ഉൾപ്പെടുത്തുന്നത് ഇംപ്ലാന്റേഷന് ഒരുപാട് ഗുണകരമാകും. അതുപോലെ തന്നെയാണ് omega-3 എന്ന് പറയുന്നത്. വാൾനട്ട്, ചിയ സീഡ്സ് എന്നിവ ശീലമാക്കുന്നത് ഒരുപാട് നല്ലതാണ്. ഇത് ശരീരത്തിലെ ഇൻഫ്ലമേഷൻ കുറച്ച് ഭ്രൂണത്തെ സ്വീകരിക്കാൻ ശരീരത്തെ സഹായിക്കുന്നു. അപ്പോൾ എന്തെങ്കിലും ഇൻഫെക്ഷൻസ് കാരണമാണ് നിങ്ങൾക്ക് ഇംപ്ലാന്റേഷൻ നടക്കാതെ പോകുന്നതെങ്കിൽ ശരീരത്തിന്റെ അറിയാതെ പോകുന്ന ഇൻഫെക്ഷൻസ് പോലും മഞ്ഞളും omega-3 അടങ്ങിയ വാൾനട്ടും ചിയ സീഡ്സും ഒക്കെ ഉപയോഗിച്ച് നിങ്ങൾക്ക് മാറ്റാവുന്നതാണ്. ഇത് നിങ്ങളുടെ ഡയറ്റിൽ നിങ്ങൾ ഉപയോഗിക്കുന്നത് ഇംപ്ലാന്റേഷന് ഒരുപാട് ഗുണകരമാകും. ഇതൊക്കെ നിങ്ങൾ ശ്രദ്ധിച്ചെന്ന് പറഞ്ഞാലും ഇതുകൊണ്ടൊന്നും ഒരു കാര്യവുമില്ല. നമ്മൾ ആരോഗ്യകരമായ ഭക്ഷണങ്ങൾ കഴിക്കുമ്പോൾ തന്നെ അറിയാതെ കഴിക്കുന്ന ചില വില്ലൻ ഭക്ഷണങ്ങളുമുണ്ട്. അത് ഇംപ്ലാന്റേഷൻ പരാജയപ്പെടാൻ കാരണമായേക്കാം. പൈനാപ്പിളിലെ ബ്രൊമിലൈൻ നല്ലതാണ്, പക്ഷേ അതിൻ്റെ നടുവിലുള്ള കട്ടിഭാഗം കോർ എന്ന് പറയുന്നത് അത് മിതമായ അളവിൽ മാത്രം കഴിക്കുക. അമിതമായാൽ അത് ദോഷം ചെയ്യും. അതുപോലെ തന്നെയാണ് കാപ്പിയും ചായയും. കാപ്പിയും ചായയും അമിതമാകുന്നത് ഗർഭപാത്രത്തിലേക്കുള്ള രക്തക്കുഴലുകളെ സങ്കോചിപ്പിക്കും. ഈ സമയത്ത് കാപ്പി ഒഴിവാക്കാൻ പറ്റുവാണെങ്കിൽ അതാണ് ഏറ്റവും ഉചിതമായ ഒരു തീരുമാനം. അല്ലെങ്കിൽ മിതമായ അളവിൽ മാത്രം നിങ്ങൾക്ക് ഉപയോഗിക്കാവുന്നതാണ്. അടുത്തതാണ് ബ്രസീൽ നട്ട്സ്. ഇതിലടങ്ങിയിരിക്കുന്ന സെലിനിയം ഗർഭപാത്രത്തിൻ്റെ ഭിത്തി കട്ടിയുള്ളതാക്കാൻ, അതായത് എൻഡോമെട്രിയൽ തിക്കൻഡ് ആക്കാൻ നിങ്ങളെ സഹായിക്കും. അത് ഇംപ്ലാന്റേഷന് ഒരുപാട് ഹെൽപ്ഫുൾ ആണ്. ദിവസവും ഒന്നല്ലെങ്കിൽ 2 എണ്ണം മാത്രം കഴിക്കുക. അടുത്തതാണ് അവോക്കാഡോ. ഇതിലെ നല്ല കൊഴുപ്പ് ഹോർമോൺ നോർമൽ ലെവൽസിൽ നിർത്താനായിട്ട് സഹായകരമാകും. അതുകൊണ്ട് തന്നെ അത് ഇംപ്ലാന്റേഷന് ഒരുപാട് ഡയറക്റ്റ് ആയിട്ട് ബെനിഫിറ്റ് തരുന്ന ഒരു കാര്യം തന്നെയാണ്. അടുത്തതായി പച്ച ഇലക്കറികൾ, പ്രത്യേകിച്ചും ചീര, ബ്രോക്കോളി പോലുള്ളവ. ഇതിലെ പ്രധാന ഘടകം ഫോളേറ്റ് ആണ്. ഇത് ഭ്രൂണത്തിന്റെ ആരോഗ്യകരമായ വളർച്ചയ്ക്കും ന്യൂറൽ ട്യൂബ് വൈകല്യങ്ങൾ തടയാനും ആവശ്യമാണ്. ഫോളേറ്റിന് പുറമെ പഴവർഗ്ഗങ്ങളും കഴിക്കുന്നത് നല്ലതാണ്. അടുത്തതായിട്ട് ആരോഗ്യകരമായ കൊഴുപ്പുകൾ, അതായത് അവക്കാഡോ, ഒലീവ് ഓയിൽ, നട്ട്സ്, സീഡുകൾ എന്നിവ. ഇവയിൽ ധാരാളമായിട്ട് അടങ്ങിയിട്ടുള്ള omega-3 ഫാറ്റി ആസിഡുകളും മോണോസാച്ചുറേറ്റഡ് ഫാറ്റുകളും ഗർഭപാത്രത്തിൻ്റെ ലൈനിങ്ങിനെ ആരോഗ്യം മെച്ചപ്പെടുത്തുകയും വീക്കം കുറയ്ക്കുകയും ചെയ്യുന്നു. ഒരു ദിവസം ഒരു പിടി നട്ട്സ് കഴിക്കുന്നത് ശീലമാക്കുക.
നെക്സ്റ്റ് ആണ് പ്രോട്ടീൻ. ശരീരത്തിലെ കോശങ്ങളുടെ നിർമ്മാണത്തിന് പ്രോട്ടീൻ അത്യാവശ്യമാണ്. മെർക്കുറി കുറഞ്ഞ സാൽമൺ, മത്തി പോലുള്ള മത്സ്യങ്ങൾ കഴിക്കുന്നത് ഒരുപാട് നല്ലതാണ്. നിങ്ങൾ വെജിറ്റേറിയൻ ആണെങ്കിൽ പനീർ, തൈര്, മുട്ട എന്നിവ കഴിക്കാവുന്നതാണ്. ഓരോ പ്രധാന ഭക്ഷണത്തിലും ഓരോ പ്രോട്ടീൻ ഉറവിടം ഉൾപ്പെടുത്താൻ ശ്രമിക്കുക. നെക്സ്റ്റ് ആണ് ഹോൾ ഗ്രെയിൻസ്, അതായത് തവിട് കളയാത്ത ധാന്യങ്ങൾ, ഓട്സ്, ക്വിനോവ തുടങ്ങിയവ. ഇവയിലെ ഫൈബർ ശരീരത്തിലെ ഷുഗർ ലെവൽ നിയന്ത്രിക്കാൻ സഹായിക്കുന്നു. ഇത് ഹോർമോൺ ബാലൻസിന് നിർണായകമാണ്. കൂടാതെ ഈ സമയത്തുണ്ടാവാൻ സാധ്യതയുള്ള കോൺസ്റ്റിപ്പേഷൻ ഒഴിവാക്കാനും ഫൈബർ സഹായിക്കും. നിങ്ങൾ ഇത്രയും നല്ല ഭക്ഷണങ്ങൾ കഴിക്കുമ്പോൾ തന്നെ നിങ്ങളുടെ അടുക്കളയിൽ ഒളിഞ്ഞിരിക്കുന്ന ചില ശത്രുക്കൾ ഈ ശ്രമങ്ങളെല്ലാം തകർക്കാൻ സാധ്യതയുണ്ട്. നിങ്ങൾ ദിവസവും കഴിക്കുന്ന ഏത് ഭക്ഷണമാണ് നിങ്ങളുടെ ഹോർമോൺ ബാലൻസ് പൂർണ്ണമായിട്ട് തകർക്കുന്നത് അറിയാമോ? ശുദ്ധീകരിച്ച പഞ്ചസാരയും റിഫൈൻഡ് കാർബണുകളും, വൈറ്റ് ബ്രെഡ്, പേസ്ട്രി, കോള എന്നിവ. ഇത് ഇൻസുലിൻ സ്പൈക്ക് ഉണ്ടാക്കുകയും അത് മറ്റു ഹോർമോണുകളുടെ, പ്രത്യേകിച്ച് പ്രൊജസ്ട്രോൺ പ്രവർത്തനത്തെ തടസ്സപ്പെടുത്തുകയും ചെയ്യും. അടുത്തതായിട്ടാണ് ട്രാൻസ് ഫാറ്റുകൾ, ഫ്രൈ ചെയ്തതും പാക്കറ്റിൽ വരുന്നതുമായ ഭക്ഷണങ്ങൾ. ഇവ ശരീരത്തിൽ വീക്കമുണ്ടാക്കി ഗർഭപാത്രത്തെ എംബ്രിയോസിന് എതിരാക്കുന്നു. അടുത്തതായിട്ടാണ് അമിതമായിട്ടുള്ള കഫീൻ. ഒരു ദിവസം 200 mg കഫീനിൽ ഏകദേശം 1 കപ്പ് കാപ്പി വരെ കുഴപ്പമില്ല. അതിൽ കൂടുതലാകുന്നത് ഹോർമോൺ ബാലൻസിനെ കാര്യമായിട്ട് തന്നെ ബാധിച്ചേക്കും. ഈ ശത്രുക്കളെ നിങ്ങളുടെ ഡയറ്റിൽ നിന്ന് പൂർണ്ണമായിട്ട് ഒഴിവാക്കുന്നത് നിങ്ങളുടെ ഇംപ്ലാന്റേഷൻ സാധ്യതകൾക്ക് ഒരു ഗെയിം ചേഞ്ചർ ആയിരിക്കും. ഓർക്കുക, ഈ ഡയറ്റ് എന്നത് ഒരു മാജിക് റെസിപ്പി അല്ല, ഇതൊരു സപ്പോർട്ടിംഗ് സിസ്റ്റമാണ്. നിങ്ങളുടെ ശരീരം ഭ്രൂണത്തെ സ്വീകരിക്കാൻ തയ്യാറെടുക്കുന്ന ഒരുക്കൽ. ഒരു കാര്യം ഞാൻ ഉറപ്പു തരാം, നിങ്ങളുടെ ഇംപ്ലാന്റേഷൻ വിജയിക്കുമോ ഇല്ലയോ എന്ന് നിങ്ങൾ കഴിക്കുന്ന ഭക്ഷണം മാത്രമല്ല തീരുമാനിക്കുന്നത്. അതിന് ഒരുപാട് ഘടകങ്ങൾ വേറെ ഒരുപാടുണ്ട്. നിങ്ങളുടെ ശരീരം ഒരു ഭ്രൂണത്തെ സ്വീകരിക്കുന്ന ഈ ഒരു അത്ഭുത നിമിഷത്തിൽ നിങ്ങൾ ഈ ഒരു അറിവുകൾ എല്ലാം ആയുധമാക്കണം. ഈ ഭക്ഷണക്രമം ഒരു മരുന്ന് പോലെ പ്രവർത്തിക്കുന്നതിന് കാരണം നിങ്ങൾ നിങ്ങളുടെ ശരീരത്തെ ഉള്ളിൽ നിന്ന് പോഷിപ്പിക്കുന്നത് കൊണ്ട് തന്നെയാണ്. ഇതൊരു യാത്രയാണ്, പ്രതീക്ഷയുടെയും പ്രാർത്ഥനയുടെയും യാത്ര. ഒരു നിമിഷം ഒന്ന് ആലോചിച്ച് നോക്കൂ. നിങ്ങളുടെ ഭ്രൂണം ഗർഭപാത്രത്തിൽ കൃത്യമായിട്ട് പറ്റിപ്പിടിച്ചു എന്ന് കരുതുക. നിങ്ങൾ ഇപ്പോൾ കഴിച്ച ഈ ഭക്ഷണത്തിൻ്റെ പങ്ക് അതിൽ എത്ര വലുതാണ്? എന്നാൽ ഞാൻ കണ്ടുമുട്ടിയ വിജയകരമായ പല അമ്മമാരുടെയും അനുഭവത്തിൽ ഭക്ഷണത്തോളം പ്രാധാന്യമുള്ള, എന്നാൽ പലരും തെറ്റിദ്ധരിക്കുന്ന ഒരു ഘടകം കൂടിയുണ്ട്. അതാണ് മാനസികാവസ്ഥയും വിശ്രമവും. നിങ്ങളുടെ മനസ്സിലെ ഒരു ചോദ്യം ഞാൻ ചോദിക്കട്ടെ. ഭ്രൂണം നിക്ഷേപിച്ച ശേഷം നിങ്ങൾ ടെൻഷൻ അടിച്ചിരുന്നാൽ ഇംപ്ലാന്റേഷൻ പരാജയപ്പെടുമോ? സമ്മർദ്ദം, അതായത് സ്ട്രെസ്, നിങ്ങളുടെ ഗർഭപാത്രത്തെ എങ്ങനെയാണ് ബാധിക്കുന്നത്? അത് നമുക്ക് വേറൊരു വീഡിയോയിൽ ഡീറ്റെയിൽ ആയിട്ട് തന്നെ നോക്കാം. സമ്മർദ്ദം കുറയ്ക്കാൻ ശാസ്ത്രീയമായിട്ട് തെളിയിക്കപ്പെട്ട ഒരു 3 മിനിറ്റ് മെഡിറ്റേഷൻ ടെക്നിക് നിങ്ങൾക്കായിട്ട് പങ്കുവെക്കുന്നുണ്ട്. ഈ പറഞ്ഞ എല്ലാ കാര്യങ്ങളും നാളെ മുതൽ തന്നെ നിങ്ങൾ ഇംപ്ലാന്റേഷൻ നോക്കുന്ന എല്ലാവരും തന്നെ നടപ്പിലാക്കി തുടങ്ങുക. നിങ്ങളുടെ ശരീരം നിങ്ങളോട് നന്ദി പറയും. പക്ഷേ ഭക്ഷണം കൊണ്ട് മാത്രം ഇംപ്ലാന്റേഷൻ നടക്കുമോ? ഇല്ല. ഒരു ട്രൈപോഡിന് 3 കാലുകൾ ഉള്ളതുപോലെ തന്നെയാണ് ഇത്. ആദ്യത്തേതാണ് ഭക്ഷണം, നമ്മൾ ചർച്ച ചെയ്ത് കഴിഞ്ഞു. രണ്ടാമത്തേതാണ് മരുന്ന്. ഡോക്ടർ തരുന്ന എല്ലാ മരുന്നുകളും കൃത്യമായിട്ട് തന്നെ കൃത്യസമയത്ത് കൃത്യ ഡോസിൽ എടുക്കാനായിട്ട് ശ്രമിക്കുക. ഭൂരിഭാഗം സ്ത്രീകളും പരാജയപ്പെടുന്നത് ഈ 3ാമത്തെ കാര്യത്തിലാണ്. അതാണ് നിങ്ങളുടെ മനസ്സിൻ്റെയും ശരീരത്തിൻ്റെയും ചലനങ്ങൾ. ഒരു വലിയ ചോദ്യം ബാക്കിയുണ്ട്. അത് നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് തന്നെ അടുത്ത വീഡിയോയിൽ നോക്കാം.